रास्ता छोलेचे जातो अजागार ഷാപ്പ് പീതെദാർ ട്രാംഗാഡി പോരെ ധൂപ് ധാപ്പ്. പാമ്പുകളെപ്പോലെ കൊൽക്കത്തയുടെ തെരുവുകളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ട്രാമുകളെക്കുറിച്ച് രവീന്ദ്രനാഥ് ടാഗോർ എഴുതി. കൊൽക്കത്തയുടെ ആത്മാവുമായി ഈ നഗരത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ജീവിതവുമായി അത്രയേറെ ഇഴചേർന്ന് കിടക്കുന്നു ട്രാമുകൾ. ഹൗറ പാലത്തിനും മഞ്ഞ ടാക്സികൾക്കും മനുഷ്യൻ വലിക്കുന്ന റിക്ഷകൾക്കുമൊപ്പം കൊൽക്കത്തയെന്ന് കേൾക്കുമ്പോൾ ട്രാമും ഓർമ്മ വരും. എന്നാൽ ഇനിയത് കൊൽക്കത്തയെക്കുറിച്ചുള്ള ഓർമ്മ മാത്രമായി മാറുകയാണ്. 2024 സെപ്റ്റംബറിൽ നഗരത്തിലെ ട്രാം സർവീസ് നിർത്തി. ടൂറിസ്റ്റുകൾക്കായി ഒരു റൂട്ടിൽ മാത്രം ഇപ്പോൾ ട്രാം ഓടിക്കുന്നുണ്ട്. 1.5 നൂറ്റാണ്ടിൻ്റെ ചരിത്രമുണ്ട് കൊൽക്കത്തയിലെ ട്രാമുകൾക്ക്. 1873 ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ ആദ്യമായാണ് കൽക്കട്ടയിൽ ട്രാം സർവീസ് തുടങ്ങിയത്. കുതിരകൾ വലിക്കുന്ന ട്രാമുകളാണ് ആദ്യം ഓടിയിരുന്നത്. 1880കളിൽ ആവി എഞ്ചിനുള്ള ട്രാമുകൾ വന്നു. 1902 മുതൽ ഇലക്ട്രിക് ട്രാമുകളാണ് കൽക്കട്ടയിൽ ഓടുന്നത്. ആയിരത്തി 1960-കൾക്ക് ശേഷം ഇന്ത്യയിൽ ട്രാം സർവീസ് നിലനിർത്തിയ ഒരേയൊരു നഗരമാണ് കൽക്കട്ട. ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസിലും ബോംബെയിലും ഡൽഹിയിലും ട്രാം സർവീസ് ഉണ്ടായിരുന്നു. നാഷിക്കിലും ഭാവ്നഗറിലും കാൺപൂരിലും ട്രാമുകൾ ഓടിയിരുന്നു. സാമ്പത്തിക ലാഭമില്ലാത്തതും നഗരവികസനത്തിൻ്റെ ഭാഗമായുള്ള സ്ഥലപരിമിതിയും ചൂണ്ടിക്കാട്ടി മിക്ക നഗരങ്ങളും ട്രാമുകൾ ഉപേക്ഷിച്ചു. 37ഓളം റൂട്ടുകളിലായി 400-ലധികം ട്രാമുകൾ 1960-കളിൽ കൽക്കട്ടയിൽ സർവീസ് നടത്തിയിരുന്നു. 90-കളായപ്പോഴേക്ക് ഇതിൻ്റെ എണ്ണം 6ആയി ചുരുങ്ങി. 1984-ൽ മെട്രോ വന്നതോടെ കൽക്കട്ടയിൽ ട്രാമിൻ്റെ പ്രസക്തി കുറഞ്ഞു. താരതമ്യേന സാവധാനം സഞ്ചരിക്കുന്ന ട്രാമുകൾക്ക് ഒരു തരത്തിലും നഗരഗതാഗതത്തിൽ മെട്രോയ്ക്ക് പകരമാവാൻ കഴിയില്ല. എന്നാൽ പരിസ്ഥിതി സൗഹൃദ ഗതാഗത സംവിധാനം എന്ന നിലയ്ക്കും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന കാര്യത്തിലും ട്രാമുകൾക്ക് പ്രസക്തിയുണ്ട്. 1950-കളിൽ ട്രാം ഉപേക്ഷിച്ച ലോകത്തെ പല നഗരങ്ങളും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ട്രാമുകൾ തിരിച്ചു കൊണ്ടുവരുന്നത്. കൊൽക്കത്തയും ഇത് മാതൃകയാക്കണം എന്ന ആവശ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. ആയിരത്തി 1880-ൽ ലണ്ടനിൽ രജിസ്റ്റർ ചെയ്ത കൽക്കട്ട ട്രാംവേസ് കമ്പനി എന്ന സ്വകാര്യ കമ്പനിയാണ് കൽക്കട്ടയിലെ ട്രാം സർവീസ് നടത്തിയിരുന്നത്. 1967-ൽ പശ്ചിമ ബംഗാൾ സർക്കാർ CTCയെ ഏറ്റെടുത്തു. 2016-ൽ വെസ്റ്റ് ബംഗാൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ലയിച്ച് കൽക്കട്ട ട്രാംവേസ് കമ്പനി ഇല്ലാതായി. ഹൗറ പാലത്തിലൂടെയുള്ള ട്രാം സർവീസ് 1994-ൽ നിർത്തിയിരുന്നു. റാഷ് ബിഹാരി അവന്യൂവിൽ തുടങ്ങിയ ഞങ്ങളുടെ യാത്ര ടോളിഗഞ്ച് ഡിപ്പോയിൽ അവസാനിക്കുകയാണ്.
2019 ജനുവരിയിൽ രണ്ടാം തവണ കൊൽക്കത്തയിലെത്തിയത് ഒരു ദേശീയ പണിമുടക്ക് ദിവസമായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് പണിമുടക്കിനെ പിന്തുണച്ചില്ലാത്തതിനാൽ നഗരം പൂർണ്ണമായും സ്തംഭിച്ചില്ല. എന്നാൽ തിരക്ക് കുറവായിരുന്നു. അതുവഴി കടന്നുപോയ ട്രാമിനും ബസ്സുകൾക്കും മറ്റു വാഹനങ്ങൾക്കുമിടയിൽ തെരുവിൻ്റെ ബഹളങ്ങൾക്കിടയിൽ മനുഷ്യൻ വിളിക്കുന്ന ഒരു റിക്ഷ നിശ്ചലമായി കിടക്കുന്നു. കൊൽക്കത്തയുടെ ചലനങ്ങളും നിശ്ചലതകളും ചരിത്രവും വർത്തമാനവുമെല്ലാം കൂടിച്ചേർന്നൊരു ദൃശ്യം. ഇവിടെ ചരിത്രം ഉറങ്ങുകയല്ല, ഉണർന്നിരിക്കുകയാണ്. കൊൽക്കത്തയിൽ ട്രാമുകൾ തിരിച്ചു വരട്ടെ.